നെടുമങ്ങാട് മണ്ഡലത്തിൽ ജിയാൻ അരണിനെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ CPIയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് എത്തിയ മീനാങ്കൽ കുമാറിനെ ആ മണ്ഡലത്തിൽ പരിഗണിക്കുവാൻ വേണ്ടി ഇപ്പോൾ ആലോചന നടക്കുന്നത്. ഇന്നലെ KC വേണുഗോപാലിൻ്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മീനാങ്കൽ കുമാറിൻ്റെ പേര് സംസ്ഥാനത്ത് നിന്നുള്ളൊരു നേതാവാണ് മുന്നോട്ട് വെച്ചത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഇന്നലത്തെ ഈ യോഗത്തിൽ നടന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കോൺഗ്രസ് ഇതുവരെയും എടുത്തിട്ടില്ല. മീനാങ്കൽ കുമാറിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ GR അനിലിൻ്റെ ജനകീയതയെ നേരിടുവാൻ അത് കരുത്തേകും എന്ന ഒരു അഭിപ്രായമാണ്, എന്നൊരു വാദമാണ് ഇന്നലത്തെ യോഗത്തിൽ ഉയർന്നിരുന്നത്. പക്ഷേ CPIയിൽ നിന്ന് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ഒരാളിനെ നെടുമങ്ങാട് പോലൊരു മണ്ഡലത്തിൽ നിർത്തുന്നതിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിലെ ഒരു പ്രായോഗികത സംബന്ധിച്ചുള്ള കാര്യവും ചില നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. തവനൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചും വളരെ വിശദമായ ചർച്ചകൾ ഇന്നലത്തെ യോഗത്തിൽ നടന്നിരുന്നു. തവനൂരിൽ VS ജോയിക്കൊപ്പം PT അജയമോഹൻ്റെ പേരും സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. VS ജോയിയെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം ഈ KC വേണുഗോപാൽ ഗ്രൂപ്പാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ തവനൂരിൽ കൂടുതൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം സീറ്റ് നൽകുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് അവിടെ ഈ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരുടെ ഈ സ്ഥാനാർത്ഥിത്വം കുറയുമെന്നൊരു ആശങ്ക പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് PT അജയമോഹൻ്റെ പേരും അവിടെ സജീവമായി പരിഗണിക്കുന്നത്. PT അജയമോഹൻ്റെ പേര് ഈ രമേശ് ചെന്നിത്തലയാണ് ഈ മണ്ഡലത്തിലേക്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അന്തിമ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലായിരിക്കും ഉണ്ടാകുക.